സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ഗുരുവായൂർ ഏകാദശി നാളെ ആഘോഷിക്കും. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറും. MP എന്ന നിലയിൽ തന്നെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്വർണവും ഗർഭവുമല്ല തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്, വികസനമാണെന്നും സുരേഷ് ഗോപി. ചാലക്കുടി പുഴയിൽ രണ്ടിടങ്ങളിലായി 2 പേർ മുങ്ങി മരിച്ചു. അങ്കമാലി സ്വദേശി കൃഷ്ണൻ, ഫോർട്ട് കൊച്ചി സ്വദേശി സുധീർ എന്നിവരാണ് മരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ യുവതിയുടെ മൊഴി സാധൂകരിച്ച് ഡോക്ടർമാർ. യുവതി നൽകിയ രേഖകൾ ആധികാരികമാണെന്നാണ് സ്ഥിരീകരണം. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ തീയതി നീട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക. മറുനാടൻ മലയാളികൾക്ക് കനത്ത തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്ക് വർധന. ക്രിസ്മസ് പുതുവത്സര സീസണിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ കൺഫേംഡ് ടിക്കറ്റ് ഇല്ല. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. 30 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കും. വിശദാംശങ്ങളിലേക്ക്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി നാളെ ആഘോഷിക്കും. ഗുരുവായൂരിൽ പ്രതിഷ്ഠ നടത്തിയത് ഏകാദശി നാളിലാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് ഏകാദശിക്കാണ്. ക്ഷേത്രവും ക്ഷേത്രനഗരിയിലെ സ്ഥാപനങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. രാപ്പകൽ ഇടതടവില്ലാതെ ഭക്തസഹസ്രം ഗുരുവായൂരിലേക്ക് ഒഴുകുകയാണ്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിൽ 1 മാസമായി നടന്നു വന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷങ്ങൾക്ക് ഏകാദശിയുടെ സമാപനമാകും. അരിഭക്ഷണം വെടിഞ്ഞ് വ്രതം നോറ്റെത്തുന്നവർക്ക് ദേവസ്വം ഏകാദശി പ്രസാദവൂട്ട് നൽകും. ഏകാദശി ദിവസം രാത്രി 12 മണി മുതൽ ദ്വാദശി ദിവസം രാവിലെ ക്ഷേത്രനട അടയ്ക്കുന്നതുവരെ ഭക്തർ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം സമർപ്പിക്കും. ബുധനാഴ്ച ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾ സമാപിക്കും. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ അലിഞ്ഞു പാടിയതോടെ ആസ്വാദകരും മതിമറന്നിരുന്നു. ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നം എന്നറിയപ്പെടുന്ന 5 കീർത്തനങ്ങൾ സംഗീതോത്സവ മണ്ഡപത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന സംഗീത കുലപതികൾ ഒന്നിച്ചാലപിച്ചപ്പോൾ അതൊരു സംഗീത സാഗരമായി മാറി. കീർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആലപിച്ചപ്പോൾ സദസ്സും ഏറ്റുപാടി. 1 മണിക്കൂർ ക്ഷേത്രനഗരി പഞ്ചരത്ന പേമാരിയിൽ ലയിച്ചു ചേർന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരായ TV ഗോപാലകൃഷ്ണൻ, മണ്ണൂർ MP രാജകുമാരനുണ്ണി, സംഗീതജ്ഞരായ ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നിങ്ങനെ 34 പേർ വായ്പാട്ടിന്റെ മുൻനിരയിൽ അണിനിരുന്നു. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രി ചെമ്പൈയുടെ ഇഷ്ടകീർത്തനങ്ങൾ 100ഓളം കലാകാരന്മാർ ഒന്നിച്ചിരുന്നു പാടുന്നതോടെ 15 ദിവസം നീണ്ടുനിന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണം നടത്തി. ഗജരാജന്റെ ദീപ്തസ്മരണയ്ക്ക് മുൻപിൽ ആനത്തറവാട്ടിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമമർപ്പിച്ചു. ഗജപൂജയ്ക്ക് ശേഷം തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഗജഘോഷയാത്ര ആരംഭിച്ചു. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരുന്നു. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ 5 ആനകൾ പങ്കെടുത്ത ഘോഷയാത്ര റെയിൽവേ മേൽപ്പാലം വഴി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി വണങ്ങി. ഗുരുവായൂർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് തെക്കേ നടയിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി തുമ്പി ഉയർത്തി വണങ്ങി. മറ്റാനകളും പ്രണാമമർപ്പിച്ചു.
ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും പുഷ്പാർച്ചന നടത്തി. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ചരിഞ്ഞത്. TCV ന്യൂസ്, ഗുരുവായൂർ. MP എന്ന നിലയിൽ തന്നെ ഞോണ്ടിയാൽ തിരിച്ചു മാന്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒല്ലൂക്കരയിൽ സംഘടിപ്പിച്ച SG കോഫി ടൈം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ ഫോറൻസിക് ലാബിന് വേണ്ടി 8 ഏക്കർ സ്ഥലം തരണമെന്ന് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ സ്ഥലം തൃശൂരിന് നൽകാതെ തിരുവനന്തപുരത്ത് സ്ഥലമുണ്ടെന്ന് പറയുന്നത് സർക്കാരിന്റെ ദുഷിച്ച മനസ്സാണ്. എന്തുതന്നെയായാലും ഫോറൻസിക് ലാബ് ആൻഡ് റിസർച്ച് സെന്റർ തൃശൂരിൽ കൊണ്ടുവരും. ഫെഡറൽ സംവിധാനമനുസരിച്ച് സ്ഥലം അനുവദിക്കേണ്ടത് കേരള സർക്കാരാണ്. പുലിക്കളിക്ക് കേന്ദ്ര ധനസഹായം വൈകാൻ കാരണം ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയാണ്. കേരള സർക്കാർ പ്രഖ്യാപിച്ച സഹായം പോലും പുലിക്കളിക്ക് നൽകിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സ്വർണവും ഗർഭവുമല്ല തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയം, വികസന വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 50 ലക്ഷമാണ് ഒറ്റയടിക്ക് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റുന്നതിന് കൊടുത്തത്. ആവണിശ്ശേരി പഞ്ചായത്തിൽ നഷ്ടപ്പെടും. അത് PT ഉഷയുടെ ഒരു 27 ലക്ഷവും കൂടെ ചേർത്ത് അത് വീണ്ടും നടപ്പിലാക്കാൻ നോക്കിയെടുത്ത് അതും മുടക്കി. കോർപ്പറേഷനിൽ നൽകിയ 1 കോടിയിൽ നിന്ന് ഏതാണ്ട് 18 ലക്ഷവും ലാപ്സാക്കിക്കോന്നു. ഞാൻ ഫിഷ് മാർക്കറ്റിന് വേണ്ടി അവിടെ ഒരു വൃത്തിഹീനമായ ചുറ്റുപാട് മാറ്റാം എന്നാണ് ഞാൻ അവിടുത്തെ കച്ചവടക്കാർക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് പാലിക്കാതിരിക്കാനും ഒപ്പം ഈ കാശ് ഉപയോഗം കൊണ്ടുവന്നു എന്ന് വരുത്താനും വേണ്ടിയായി പോയി അവിടുത്തെ പണി. അതാ ദുഷിച്ച രാഷ്ട്രീയ ചിന്താഗതിയാണ്, മനസ്സാണ്, അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കുഴപ്പമാണ്. വടകരയിലെ ഒരു മാക്രി പഠിപ്പുന്നവരൊക്കെ ഉള്ള ആളാണ്. എന്താ ഇങ്ങനെ ആയെന്ന് എനിക്കറിയത്തില്ല. അയാൾക്ക് രോദനമാണ്. തൃശ്ശൂർ MP എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു വിഡ്ഢിയൻ. അങ്ങേരുടെ മൂക്കിന് താഴെ വടകരയിൽ ഊരാളുങ്കൽ സൊസൈറ്റി, അതാരുടെയൊക്കെ ആണെന്ന് അറിയാമല്ലോ അല്ലേ? അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളൂ. പക്ഷെ അവരാണ് ഒരു യോഗ്യമായ പദ്ധതി കൊണ്ടുവന്നത്. അവർക്ക് ഞാൻ കൂടി അംഗീകരിച്ച ഒരു പദ്ധതിയാണ് ലഭിച്ചിരിക്കുന്നത്. 95.34 കോടി രൂപയുടെ പദ്ധതിയാണ് ആ മാക്കറിയുടെ മൂക്കിന് താഴെ കൊടുത്തിരിക്കുന്നത്. അയാൾക്ക് എന്താണ് ഇതിൽ കൂടുതൽ അറിയേണ്ടത്? അതുകൊണ്ട് തൃശ്ശൂർ MPക്കിട്ട് ഞോണ്ടാൻ വരരുത്, ഞാൻ മാന്തി പൊളിച്ചു കളയാം. അതങ്ങനെ തന്നെയാണ്. ചാലക്കുടി പുഴയിൽ 2ഇടങ്ങളിലായി 2 പേർ മുങ്ങി മരിച്ചു. കാടുകുറ്റി ആറങ്ങാടി കടവിലും വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്തുമായിരുന്നു അപകടം. ആറങ്ങാടി കടവിൽ അങ്കമാലി എളവൂർ സ്വദേശി കൊടുമ്പിള്ളി വീട്ടിൽ 30 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിലാണ് യുവാവ് മരിച്ചത്. കുടുംബ സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് എത്തിയതായിരുന്നു കൃഷ്ണൻ. ഒപ്പമുള്ളവർ പുഴയുടെ മറുകരയിലേക്ക് നീന്തിപ്പോയപ്പോൾ കൃഷ്ണനും 2 കുട്ടികളും മണൽത്തിട്ടയിൽ കാത്തുനിന്നു. ഇതിനിടെ ഒരു കുട്ടി പുഴയിലേക്ക് നീന്തിപ്പോയത് അറിഞ്ഞില്ല. ആഴമുള്ള ഭാഗത്ത് മുങ്ങിപ്പോയ കുട്ടിയെ ഇയാൾ രക്ഷിക്കുന്നതിനിടയിൽ അവശനായി വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. സംഭവം കണ്ടുനിന്നവർ നീന്തിയെത്തി 2 പേരെയും കരയ്ക്കെത്തിച്ചുവെങ്കിലും കൃഷ്ണൻ അവശനിലയിലായിരുന്നു. ഉടനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനാണ് കൃഷ്ണൻ. വെറ്റിലപ്പാറ ഏഴാറ്റുമുഖത്ത് സുഹൃത്തിനോടൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ ഫോർട്ട് കൊച്ചി സ്വദേശി 56 വയസ്സുള്ള സുധീറാണ് മരിച്ചത്. സുഹൃത്ത് സോണിയും ചേർന്ന് കുളിക്കുന്നതിനിടെ സുധീർ പുഴയുടെ ആഴമുള്ള ഭാഗത്തേക്ക് മുങ്ങിത്താഴ്ന്നു. 2 വട്ടം സോണി രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. പിന്നീട് ഒച്ചവെച്ച് ആളെ കൂട്ടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. അരമണിക്കൂറിന് ശേഷം സുധീറിനെ വെള്ളത്തിൽ നിന്നും കയറ്റിയെങ്കിലും അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു. അതിരപ്പള്ളിയിൽ സ്ഥിരമായി വിനോദയാത്രയ്ക്ക് എത്തുന്ന ആളാണ് മരിച്ച സുധീർ. TCV ന്യൂസ്, ചാലക്കുടി. വെള്ളാങ്ങല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിനശിച്ചു. യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവാഹത്തിൽ പങ്കെടുക്കാൻ കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന വെള്ളാങ്ങല്ലൂർ വളപ്പകത്ത് വീട്ടിൽ ബിനുവും ഭാര്യ നവിതയും സഞ്ചരിച്ചിരുന്ന ഫോക്സ് വാഗൺ കാറാണ് കത്തിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. കാറിന്റെ മുന്നിൽ നിന്നും പുക വരുന്നത് കണ്ടപ്പോൾ ഇവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി. തുടർന്ന് കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസിൽ യുവതിയുടെ മൊഴി സാധൂകരിച്ച് ഡോക്ടർമാർ. ചികിത്സിച്ച 2 ഡോക്ടർമാരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. യുവതി ചികിത്സ തേടിയെന്നും അമിത രക്തസ്രാവം ഉണ്ടായെന്നുമാണ് ഡോക്ടർമാരുടെ മൊഴി. യുവതിയുടെ ആരോഗ്യാവസ്ഥ മോശമായെന്നും ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകി. ഇതുറപ്പിക്കുന്ന ചികിത്സാ രേഖകൾ പോലീസിന് ലഭിച്ചു. യുവതി നൽകിയ രേഖകൾ ആധികാരികം തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പരാതിയിൽ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ യുവതിക്ക് ഉണ്ടായെന്നാണ് സ്ഥിരീകരണം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം പാലക്കാടെത്തി രാഹുൽ താമസിച്ചിരുന്ന
കുന്നത്തൂർ മേടിലുള്ള ഫ്ളാറ്റിലെത്തി തെളിവെടുത്തു. രാഹുലിനായി പാലക്കാട് വ്യാപക തിരച്ചിലാണ് നടക്കുന്നത്. ബലാത്സംഗം നടന്നതായി യുവതി മൊഴി നൽകിയ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഫ്ളാറ്റിലെത്തി മഹസർ തയ്യാറാക്കി യുവതിയെയും കൊണ്ടാണ് പോലീസ് ഫ്ളാറ്റിലെത്തിയത്. ഫ്ളാറ്റിൽ നിന്നും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക്. കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ തീയതി നീട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക. എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ഡിസംബർ 11 വരെ സമയം അനുവദിച്ചു. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16 പ്രസിദ്ധീകരിക്കും. നേരത്തെ ഡിസംബർ 9 തീയതി നിശ്ചയിച്ചിരുന്നത്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14 പ്രസിദ്ധീകരിച്ചാൽ മതി. കേരളമടക്കം 12 ഇടത്താണ് സമയപരിധി നീട്ടിയത്. മറുനാടൻ മലയാളികൾക്ക് കനത്ത തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്ക് വർധന. ക്രിസ്മസ് പുതുവത്സര സീസണിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. കേരളത്തിലേക്ക് ഒരു ട്രെയിനിലും കൺഫേംഡ് ടിക്കറ്റില്ല. ദില്ലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റിന് 16,000 രൂപ വരെയായി. കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റിന്റെ നിരക്ക് 10,000 കടന്നു. കൊച്ചിയിലേക്കുള്ള ടിക്കറ്റിനും 12,000-ലേറെ രൂപ നൽകണം. മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് 9,000 രൂപ മുതൽ 16,500 വരെയാണ് നിരക്ക്. കോഴിക്കോട്ടേക്ക് 8,000 രൂപ മുതൽ 12,000 രൂപ വരെ. കൊച്ചിക്ക് 17,500 രൂപ വരെയായി. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 10,000 രൂപയായി നിരക്കുയർന്നു. വരും ദിവസങ്ങളിൽ ഇനിയും ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കും. ക്രിസ്മസിന് നാട്ടിലെത്താൻ കേരളത്തിലേക്ക് ഒരു ട്രെയിനിലും കൺഫേംഡ് ടിക്കറ്റില്ല. മണ്ഡലകാലം തുടങ്ങിയിരിക്കെ ശബരിമല യാത്രയ്ക്ക് മുൻകൂട്ടി ടിക്കറ്റ് എടുക്കാത്തവരും വലയും. ടൂറിസം സീസൺ തുടങ്ങുക കൂടി ചെയ്തതോടെ ഡിസംബർ അവസാനം കേരളത്തിലേക്ക് എല്ലാ ട്രെയിനുകളിലും തിരക്കായി. സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചില്ലെങ്കിൽ ക്രിസ്മസ് വേളയിൽ യാത്രയ്ക്ക് പദ്ധതിയിടുന്നവർക്ക് ടിക്കറ്റ് കിട്ടുക പ്രയാസമാകും. ഇതേസമയം ഇന്റർസ്റ്റേറ്റ് ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചതും യാത്രക്കാർക്ക് തിരിച്ചടിയായി. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. 30 മാസമാണ് നിർമ്മാണ കാലാവധി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ദിവാഞ്ചി മൂലയിലെ വാട്ടർ ടാങ്കിന് സമീപത്ത് മണ്ണു പരിശോധന നടത്തി. നിർമ്മാണത്തിനാവശ്യമായ ഭൂഗർഭ നിർണയങ്ങളും സ്ഥിരതാ പഠനങ്ങളും ഉൾപ്പെടുത്തി നടക്കുന്ന പരിശോധനകൾ പുരോഗമിക്കുകയാണ്. നിർമ്മാണത്തിനാവശ്യമായ കോൺക്രീറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളും യന്ത്രങ്ങളും വഞ്ചിക്കുളത്തിന് സമീപമുള്ള ഗുഡ്സ് ഷെഡ് പരിസരത്താണ് എത്തിച്ചിട്ടുള്ളത്. 344.89 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ കരാർ വെങ്കിടാചലപതി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. TCV ന്യൂസ്, തൃശൂർ. കുറുമാലിപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതോടെ ചിമ്മിനി ഡാമിന്റെ സ്ലൂയിസ് വാൽവുകൾ തുറന്നു. പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതോടെ മേഖലയിലെ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം നിലച്ച പോലെയായിരുന്നു. ശുദ്ധജലം ലഭിക്കാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് ചിമ്മിനി ഡാമിലെ വെള്ളം കുറുമാലിപ്പുഴയിലേക്ക് തുറന്നുവിട്ടത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള പദ്ധതികളായ വരന്തരപ്പള്ളി റൂറൽ കുടിവെള്ള പദ്ധതി, തോട്ടുമുഖം, കൽക്കുഴി കുടിവെള്ള പദ്ധതികളിലും ജലവിതരണം മുടങ്ങിയ സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ജില്ലയിൽ വരന്തരപ്പള്ളി മുതൽ ഏനമാവ് വരെയുള്ള 14,000 ഹെക്ടർ കോൾ നിലങ്ങളിലേക്ക് ആശ്രയം ചിമ്മിനിയിലെ വെള്ളമാണ്. കോൾ കർഷകരുടെ ആവശ്യം കണക്കാക്കിയാണ് ചിമ്മിനി ഡാം തുറന്നത്. ഇതോടെ മേഖലയിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമാകും. ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപ്പാദനവും ആരംഭിച്ചു.
തൃശൂർ പുത്തൻപള്ളിയിലെ 100ാം പ്രതിഷ്ഠാ തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷമായ ദിവ്യബലിക്ക് മാർ ടോണി നിലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 100 കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വാദ്യമേളം പള്ളി അങ്കണത്തിൽ നടന്നു. ബസലിക്കയിൽ നിന്ന് ലൂർദ് കത്തീഡ്രലിലേക്ക് ജപമാല പ്രദക്ഷിണം നടന്നു. തുടർന്ന് വ്യാകുലം എഴുന്നള്ളിപ്പുമുണ്ടായി. വികാരി ഫാദർ തോമസ് കാക്കശ്ശേരി, കൈക്കാരന്മാരായ ജോസ് ആലപ്പാട്ട്, ടി ജോസഫ്, ഡോക്ടർ ജോസഫ് പല്ലൻ, കിരൺ ചാണ്ടി, ജനറൽ കൺവീനർ ജോയ് കൊമ്പാറക്കാരൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അവണിശ്ശേരി ആനക്കല്ലിൽ മരക്കമ്പനിയിൽ അഗ്നിബാധ. പുലർച്ചെ 4ഓടെ ബെന്നിയുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. മരക്കമ്പനി ഭാഗികമായി കത്തിനശിച്ചു. ഫർണിച്ചറുകളും മര ഉരുപ്പടികളും മെഷീനറികളും അഗ്നിക്കിരയായി. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി ഹരികുമാർ, റെസ്ക്യൂ ഓഫീസർമാരായ ജി അരുൺകുമാർ, വി എസ് സുധൻ, കെ പ്രകാശൻ, ബി വി ജിമോദ്, ഷെജിൻ എസ് രാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാട് നിർവഹിച്ചു തരാമെന്ന് വാഗ്ദാനം നൽകി ഭക്തരുടെ പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന ദേവസ്വം. ഇത്തരത്തിൽ വാഗ്ദാനം നൽകുന്ന വെബ്സൈറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ദേവസ്വത്തിന്റെ മുന്നറിയിപ്പ്. ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വെബ്സൈറ്റുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. നോൺ AC സ്ലീപ്പർ കോച്ച് യാത്രക്കാർക്കും പുതപ്പും തലയിണകളും നൽകാനൊരുങ്ങി ദക്ഷിണ റെയിൽവേ. യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. യാത്രക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ചെറിയ നിരക്ക് ഈടാക്കി ബെഡ്ഷീറ്റ്, തലയിണ എന്നിവ അനുവദിക്കുവാനാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ ലഭ്യമാകുന്നത്. ജനുവരി 1 മുതൽ ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള 10 എക്സ്പ്രസ് ട്രെയിനുകളിൽ പദ്ധതി അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബെഡ്ഷീറ്റ്, ഒരു തലയിണ, ഒരു തലയിണ കവർ എന്നിവയ്ക്ക് 50 രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. പുതപ്പ് മാത്രമോ തലയിണ മാത്രമോ ആണ് ആവശ്യമെങ്കിൽ അങ്ങനെയും ലഭിക്കും. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. തിരികെ വാർത്തകളിലേക്ക്. ഗുരുവായൂർ ഏകാദശി ദിവസം പൊതുവരിയിൽ നിന്ന് തൊഴാനെത്തുന്ന ഭക്തർക്ക് ദർശനത്തിന് പ്രഥമ പരിഗണന. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിവരെ സ്പെഷ്യൽ ദർശനം അനുവദിക്കില്ല. കൂടാതെ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശൈനപ്രദക്ഷിണം, ചോറൂൺ കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. ഏകാദശി വിഭവങ്ങളോടുകൂടിയ പ്രസാദവൂട്ട് രാവിലെ 9 മുതൽ അന്നലക്ഷ്മി ഹാൾ, അതിനോട് ചേർന്നുള്ള പന്തൽ, ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിൽ ഭക്തർക്കായി നൽകും. ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസാദവൂട്ടിനുള്ള വരി അവസാനിപ്പിക്കും. തുടർന്ന് ബുഫേ സമ്പ്രദായത്തിൽ പ്രസാദവൂട്ട് നൽകും. ദർശന സൗകര്യം ദ്വാദശി ദിവസമായ ഡിസംബർ 2-ാം തീയതി രാവിലെ 8 മണിവരെ തുടരും. ദ്വാദശി ദിവസം രാവിലെ ക്ഷേത്രനട അടച്ചതിന് ശേഷം വിവാഹം, ചോറൂൺ, തുലാഭാരം, വാഹനപൂജ എന്നിവ ഉണ്ടായിരിക്കുന്നതല്ല. ഏകാദശി ദിവസം സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉദയാസ്തമന പൂജ നടത്തുന്നതിൽ പ്രായശ്ചിത്തം വേണമെന്ന ഗുരുവായൂർ ദേവസ്വത്തിന്റെ വാദം ഇരട്ടത്താപ്പാണെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് C നിവേദിത ആരോപിച്ചു. പ്രായശ്ചിത്തം നടത്തേണ്ടത് കഴിഞ്ഞ ഏകാദശി ദിവസം പുലവാലായ്മയുള്ള തന്ത്രി ഭക്തജനങ്ങൾക്ക് പ്രസാദം വിതരണം ചെയ്തതിനാലാണെന്നും അവർ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഭക്തരുടെ ആവശ്യം അംഗീകരിച്ച് പ്രായശ്ചിത്തം നടത്തണമെന്നാണ് BJPയുടെ അഭിപ്രായമെന്നും നിവേദിത വ്യക്തമാക്കി. തിരുവില്ലാമല പുനർജനി നൂഴൽ തിങ്കളാഴ്ച. ഗുഹാമുഖത്തെ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് പുനർജനി നൂഴൽ. പുനർജനി നൂഴുന്നതിലൂടെ പൂർവ്വജന്മങ്ങളിലെയും ഈ ജന്മത്തെയും പാപങ്ങൾ ഒടുങ്ങി മോക്ഷപ്രാപ്തി കൈവരുമെന്നാണ് വിശ്വാസം. 1000-ഓളം ആളുകൾക്ക് മാത്രമാണ് പുനർജനി നൂഴലിന് അവസരമൊരുക്കുന്നത്.
ദേശീയപാത നെല്ലായിയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികനായ വയോധികൻ മരിച്ചു. നെല്ലായി പന്തലൂർ സ്വദേശി പനയത്ത് വീട്ടിൽ 74 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ദേശീയപാതയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:45ഓടെയായിരുന്നു അപകടം. ദേശീയപാത നെല്ലായി സെന്ററിന് സമീപത്തായിരുന്നു അപകടം. എയർപോർട്ടിൽ നിന്നും വന്ന ഇന്നോവ കാറാണ് ഇടിച്ചത്. ഉടനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ പേരാമ്പ്ര അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുന്നു. 1 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുവാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 14 മാസം പിന്നിടുമ്പോഴും പൂർത്തിയായിട്ടില്ല. ദേശീയപാതയിലെ പേരാമ്പ്ര പള്ളി ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് 1.5 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 13 വർഷം മുൻപ് പേരാമ്പ്ര പൗരസമിതി എന്ന പേരിൽ നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപവൽക്കരിച്ച് അടിപ്പാതയ്ക്കായി സമരപരിപാടികൾ നടത്തിയിരുന്നു. ഒടുവിൽ അടിപ്പാത നിർമ്മാണത്തിന് അനുമതി ലഭിക്കുകയും പ്രാരംഭ നടപടികൾ പൂർത്തീകരിച്ച് 2024 സെപ്റ്റംബർ അവസാനം പണി ആരംഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും മഴ തുടങ്ങിയതോടെ പണികൾ മന്ദഗതിയിലായി. സർവീസ് റോഡുകളുടെ ശോച്യാവസ്ഥയും ഗതാഗതക്കുരുക്കും നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിച്ചു. അടിപ്പാതയുടെ പ്രധാന ഭാഗമായ ബോക്സ് നിർമ്മാണം മാസങ്ങൾക്ക് മുൻപേ പൂർത്തീകരിച്ചിരുന്നു. ജനങ്ങളുടെ യാത്രാക്ലേശം കണക്കിലെടുത്ത് ബോക്സിനടിയിലൂടെ താൽക്കാലികമായി ഗതാഗതം അനുവദിക്കുകയും ചെയ്തു. ബോക്സിന് ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുവരുന്നത്. 2 മാസം കൊണ്ട് മുഴുവൻ നിർമ്മാണ ജോലികളും പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, കൊടകര. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന് വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്ന് കോൺഗ്രസ് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു VT ബൽറാം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തരത്തിലുള്ള കൃത്യമായ നടപടി കോൺഗ്രസ് എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടിപ്പിക്കാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ഹൈബിയുടെ ചുമതല നൽകിയിരിക്കുന്നതെന്നും VT ബൽറാം പറഞ്ഞു. ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു നടപടി കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി അതിൻ്റെ നിയമ നടപടികളും പരാതിയൊക്കെ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഏതായാലും ഒരു പരാതിക്കാരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിജീവിതയായിട്ടുള്ള വനിത അവർ കൃത്യമായിട്ട് നിയമ സംവിധാനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് അതിൻ്റെ ഒരു നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നിയമത്തെ കയ്യിലെടുക്കാനോ ഞങ്ങളെ തൊട്ടാൽ കേരളം തീപ്പന്തമാവുമെന്ന് പണ്ട് പിണറായി വിജയൻ വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിക്കാനോ ഒന്നും ഈ ഘട്ടത്തിൽ തയ്യാറാവില്ല. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. ദേശപ്പോര്. ശ്രീലങ്കയിൽ നിന്നെത്തിയ സുജീവയ്ക്ക് പുതുക്കാട് കന്നി വോട്ട്. കഴിഞ്ഞ വർഷമാണ് സുജീവയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത്. ശ്രീലങ്കയിൽ ജനിച്ചു വളർന്ന സുജീവ 21 വർഷം മുൻപാണ് ഇന്ത്യയിലെത്തുന്നത്. പുതുക്കാട് പഞ്ചായത്ത് 7-ാം വാർഡിൽ അരോടി വീട്ടിൽ ബൈജുവിന്റെ ഭാര്യയാണ്. മസ്കറ്റിൽ വെച്ചാണ് ബൈജുവുമായി പരിചയപ്പെട്ടതും പ്രണയത്തിലായതും. 2001 ശ്രീലങ്കയിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത്. 2004 ബൈജുവിനൊപ്പം സുജീവ ചെങ്ങാലൂരിലെത്തി. അന്നുമുതൽ വിസ പുതുക്കിയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഭർത്താവ് ബൈജു ഇപ്പോഴും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൃതകൃഷ്ണയോടൊത്താണ് സുജീവ ചെങ്ങാലൂരിൽ താമസിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് പഞ്ചായത്തിൽ വോട്ട് ചെയ്യാനുള്ള സന്തോഷമാണ് സുജീവ പങ്കുവെക്കുന്നത്. ഇത് രശ്മിനെ കാരണം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടിയത്. അത് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചോദിക്കാൻ വരുമ്പോൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായില്ല. മാസത്തിൽ പറഞ്ഞു ചേച്ചിക്ക് ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇതൊക്കെ സിറ്റിസൺ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞ മാതിരി നാളെ എൻ്റെ ഒപ്പ അയാളെ ജയിച്ചു. അതിന് എൻ്റെ ഒപ്പ എല്ലാ സ്ഥലത്തേക്ക് പോവാണ് എൻ്റെ ഒപ്പ ഉണ്ടായിരുന്നു. 4 വർഷം ഇതിനെ പറ്റി പ്രയത്നിച്ചിരുന്നു രശ്മി. പഞ്ചായത്ത് അംഗമായിരുന്ന സുഹൃത്തായ രശ്മിയാണ് സുജീവയുടെ പൗരത്വത്തിനു വേണ്ടി ഇടപെട്ടത്. കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരന്റെ ഓഫീസുമായും ചെന്നൈയിലെ ശ്രീലങ്കൻ എംബസിയുമായി രശ്മി ബന്ധപ്പെട്ടു. കഴിഞ്ഞ സെപ്റ്റംബറിൽ നമുക്ക് പൗരത്വം കിട്ടി. കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ആളുടെ ഒപ്പം ഞാൻ എല്ലായിടത്തേക്കും പോയതും കാര്യങ്ങൾ ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ആൾക്ക് ആ പൗരത്വം കിട്ടിയതിന് ശേഷം നമുക്ക് വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്താനുള്ളൊരു അവസരം വന്നപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ ആളെ ചെയ്യിച്ചു. ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വോട്ടർ പട്ടികയിൽ ആളുടെ പേര് വന്നപ്പോൾ ആളോടൊപ്പം എനിക്കും ഏറെ സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ. 4 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം തൃശൂർ കളക്ടറിൽ നിന്നും സുജീവ പൗരത്വരേഖ കൈപ്പറ്റി. പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡും ലഭിച്ചു. തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തു. സുജീവയുടെ വോട്ടവകാശത്തിനു വേണ്ടി പരിശ്രമിച്ച രശ്മി ഇത്തവണ മറ്റൊരു വാർഡിലാണ് മത്സരിക്കുന്നത്. TCV ന്യൂസ്, പുതുക്കാട്.
തൃശൂർ കോർപ്പറേഷന്റെ 52ാം ഡിവിഷനായ ഒളരിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നു. മുന്നണികൾ വികസന വാഗ്ദാനങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളിലുള്ള സമീപനങ്ങളും മുൻനിർത്തി വോട്ടർമാരുടെ മനസ്സ് കീഴടക്കുവാനുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ നിൽക്കുന്നത് 52ാം ഡിവിഷൻ ഒളരിയിലാണ്. ഇവിടെ 3 പ്രധാന മുന്നണികളും വോട്ടർ മനസാക്ഷിയെ തൊട്ടുണർത്താനുള്ള ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിലാണ്. ഇവിടെ ഓരോ വോട്ടും നിർണായകമാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. തൃശൂർ കോർപ്പറേഷൻ 52ാം ഡിവിഷൻ ഒളരിയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാജൻ സി ജോർജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് മത്സര രംഗത്തോട്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇപ്പോൾ നിലവിൽ പ്രചരണമൊക്കെ 2ാം ഘട്ടത്തിലിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും വളരെയധികം സ്വീകാര്യത ലഭിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഫീൽഡ് വർക്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവം. അപ്പോൾ ആദ്യമായിട്ടാണ് മത്സര രംഗത്താണെങ്കിലും, അതായത് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള മുന്നേക്കൂട്ടുള്ള കാര്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ? കഴിഞ്ഞ 15 വർഷമായി പൊതുപ്രവർത്തനത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും സജീവമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി വരികയാണെങ്കിൽ പോലും എല്ലാവരുമായി ഇടപഴകുന്നതിനുള്ള അവസരം എനിക്ക് ഗുണകരമായിട്ടുണ്ട്. അപ്പോൾ ഒളരി 52ാം ഡിവിഷനിൽ എന്തൊക്കെയാണ് വികസന സ്വപ്ന പദ്ധതികൾ? കഴിഞ്ഞ ടേമിൽ ഇവിടെ UDF ഭരണമായിരുന്നു. അദ്ദേഹം തുടങ്ങിവെച്ച കുറേ പദ്ധതികളുടെ പൂർത്തീകരണം ഇനിയും നമുക്ക് പൂർത്തീകരിക്കാനായിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ 52ാം ഡിവിഷൻ ഒളരിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ലിൻഡോ പോളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എവിടം വരെ? 1ാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. 2ാം ഘട്ടം പൂർത്തിയാകാനായിട്ട് 1-2 ദിവസം കൂടി ഉള്ളിൽ എല്ലാം 2ാം ഘട്ടം. ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പ് രംഗത്ത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത്. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും 32 കൊല്ലത്തോളമായി ഞാൻ സജീവമായി ഈ ഒളരിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ 52ാം ഡിവിഷനിലെ ഒളരിയിൽ എന്തൊക്കെയാണ് വികസന പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ നമ്മൾ കൂടുതലായും കണ്ടുവരുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം, വെള്ളക്കെട്ടുകൾ, കന്നുകാലികളുടേതായ ഭയങ്കര പ്രശ്നങ്ങൾ. അതിനൊരു പരിഹാരം കാണാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കൗൺസിലർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ അവസ്ഥയാണ്. ജനങ്ങളിൽ നിന്ന് ഭാഗത്തുള്ള ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? എല്ലാവരും ചെല്ലുമ്പോഴും വളരെ സ്നേഹത്തോടെ കൈനീട്ടി തന്നെയാണ് സ്വീകരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ 52ാം ഡിവിഷൻ ഒളരിയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രതീഷ് കടവിലാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. പ്രചരണമൊക്കെ എവിടം വരെ? 2ാം വട്ടം കഴിഞ്ഞു. നല്ല അനുകൂല തരംഗമാണ് ഭാരതീയ ജനതാ പാർട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട്? തീർച്ചയായിട്ടും മത്സരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ജയിക്കാൻ തന്നെയാണ്. പാർശ്വവൽക്കപ്പെട്ട ജനങ്ങളെ സഹായിക്കാനും, കാരണം നമ്മൾ ഈ ഡിവിഷനിൽ നടക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത്. നമുക്കതിനൊക്കെ വഴികളുണ്ട്. അപ്പോൾ എന്തൊക്കെ വികസിത പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്? കുടിവെള്ള പ്രശ്നം, പിന്നെ അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പഞ്ചായത്തിന്റെ കിണറുകൾ അത് വൃത്തിയാക്കിയിട്ടില്ല. പ്രദേശത്ത് ഒരു 20-30 അതിന്റെ പ്ലസ് ആണെന്ന് തോന്നുന്നു, അത്രയധികം പട്ടികളാണ്. അതിനൊരു തരത്തിലുള്ള ഇതും നടപ്പിലാക്കിയിട്ടില്ല. നമ്മളെ കൊണ്ടാവുന്നത് പരമാവധി ജനങ്ങൾക്ക് വാക്ക് കൊടുത്താൽ നിറവേറ്റും. കഴിഞ്ഞ 15 കൊല്ലമായി UDF വാഴുന്ന ഇടം 52ാം ഡിവിഷൻ ഒളരിയിൽ ഇനി അടുത്തത് ആര് ഭരിക്കുമെന്ന് കണ്ടറിയാം. ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. ലഹരി കടത്തുകാരെയും അക്രമികളെയും സ്ഥാനാർത്ഥികളാക്കി അത്തരക്കാരെ CPM പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ബെന്നി ബെഹനാൻ MP. സംസ്ഥാനത്ത് രാസലഹരി വ്യാപകമാക്കാൻ ഇടയാക്കിയത് സർക്കാരിന്റെ അനാസ്ഥയാണെന്നും MP പറഞ്ഞു. കുഴൂർ പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, AC ജോയ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാജൻ കുടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ ഹയർ സെക്കൻഡറി സുവോളജി ടീച്ചർമാരുടെ സംഘടനയായ SAT ജില്ലാ അടിസ്ഥാനത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്ന മത്സരത്തിൽ സ്കൂൾ സബ് ജില്ലാ തലങ്ങളിൽ നിന്ന് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുക്കപ്പെട്ട 60 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ജെയിൻ J തേറാട്ടിലിന്റെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ക്ലാസും ക്വിസ് മത്സരവും നടന്നു. വിജയികൾക്ക് ക്യാഷ് പ്രൈസും ട്രോഫികളും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. സമ്മാനദാന ചടങ്ങ് മോഡൽ ഗേൾസ് ഹെഡ് മിസ്റ്റർ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. SAT പ്രസിഡന്റ് KR രജിതൻ അധ്യക്ഷത വഹിച്ചു. SAT സെക്രട്ടറി G പ്രിയ, എക്സിക്യൂട്ടീവ് അംഗം വിമൽ ജോസഫ്, റിട്ടയർഡ് സുവോളജി അധ്യാപക പ്രതിനിധി KM ഏലിയാസ് എന്നിവർ സംസാരിച്ചു.
കുടുംബശ്രീ സംസ്ഥാന മിഷൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കിലയിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ സംസ്ഥാനതല ഫോട്ടോഗ്രാഫി മത്സരവും പ്രകൃതി പഠന ക്യാമ്പുമായ ബാലസഭ സമാപിച്ചു. 14 ജില്ലകളിൽ നിന്നുമായി 70 മത്സരാർത്ഥികൾ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ അനുഷ്ക ബാബു 1ാം സ്ഥാനം നേടി. സമാപന സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് കെ ദീപക് അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബി ശ്രീജിത്ത് മുഖ്യാതിഥിയായി. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിലെ അടുക്കള മാലിന്യം തോട്ടിൽ തള്ളുന്നതായി പരാതി. ഉഴുവത്തുകടവിൽ കെ ടൗൺ ഹോട്ടലിന് കീഴിലുള്ള കെട്ടിടത്തിൽ നിന്നുമാണ് മാലിന്യം തോട്ടിലേക്ക് തള്ളുന്നത്. ഹോട്ടലിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം ഇവിടെയാണ് തള്ളുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കനൌലി കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോട്ടിൽ മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് പരിസരവാസികൾ ദുരിതത്തിലാണ്. ദുർഗന്ധം അസഹ്യമായതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. മാലിന്യം തള്ളൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഇതെല്ലാം സംവിധാനം ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ തോട് നേരെ കനാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തോടാണ്, ഏറ്റിറക്കം വരുന്ന തോടാണ്. ഈ പ്രദേശത്തൊക്കെ നോക്കി വെള്ളം കണ്ടില്ലേ, കൊതുക് ശല്യം രൂക്ഷമാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് ശല്യപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഈ ഒരു സ്വകാര്യ സ്ഥാപനം അവർ ധിക്കാരപരമായിട്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുക്കി വിടുന്നത്. പാവറട്ടി പഞ്ചായത്തിലെ കോഴിത്തോട്ടിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. ചിറ്റാട്ടുകര റോഡിൽ കോഴിത്തോട് ആരംഭിക്കുന്ന ജനവാസ മേഖലയിലാണ് മാലിന്യം തള്ളിയിട്ടുള്ളത്. മാലിന്യം തോട്ടിൽ മുഴുവൻ വ്യാപിച്ച നിലയിലാണ്. ഒട്ടേറെ വീടുകളിലെ കിണറുകളിലേക്ക് തോട്ടിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ ഉറവ എത്തുന്നുണ്ട്. മുല്ലശ്ശേരി കനാലിലാണ് എളവള്ളി പഞ്ചായത്തിലെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജലനിധി പദ്ധതിയുടെ കിണറുള്ളത്. ഇത്രയേറെ പ്രാധാന്യമുള്ള തോടാണ് സാമൂഹിക വിരുദ്ധർ ഇരുളിന്റെ മറവിൽ മലിനമാക്കിയത്. ഉത്തരവാദികളായവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും തോട് മാലിന്യമുക്തമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. 37ാമത് ജില്ലാ യോഗാസന മത്സരം തൃശൂരിൽ നടന്നു. തൃശൂർ ജില്ലാ യോഗ പ്രൊമോട്ടേഴ്സ് ആൻഡ് റിസർച്ച് അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗാസന മത്സരം ചലച്ചിത്ര താരം TG രവി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സജിത് നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി AN സന്ദീപ്, സെക്രട്ടറി ബാലകൃഷ്ണൻ പള്ളത്ത്, V ബലരാമൻ, ഗോപിനാഥ് എടക്കുന്നി, KK ചന്ദ്രൻ, NV ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. മമ്മിയൂരിൽ രുചി മാഹാത്മ്യവുമായി അംബിസ്വാമി റെസ്റ്റോറന്റ് തുറന്നു. ശുദ്ധമായ വെജിറ്റേറിയൻ വിഭവങ്ങളുടെ വിശാലമായ കലവറയാണ് ഇവിടെ രുചിപ്രേമികളെ കാത്തിരിക്കുന്നത്. മമ്മിയൂർ ജംഗ്ഷനിൽ ശ്രീപതി ഇന്ദ്രപ്രസ്ഥയുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അംബിസ്വാമി റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത്. അനിൽ അംബിസ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ വിഭവങ്ങൾ അംബിസ്വാമി റെസ്റ്റോറന്റിൽ ലഭ്യമാണ്. ദിവസേന നൽകുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പാചക വിദഗ്ധർ ഒരുക്കുന്ന ഈ സദ്യ വാഴയിലയിൽ കേരളീയ തനിമയോടെ വിളമ്പുന്നു. പാലട പായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളോട് കൂടിയ ലഘുസദ്യയും കാളൻ, എരിശ്ശേരി, 2 തരം പായസങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ സദ്യയും ഉണ്ടാകും. ഭക്ഷണം കഴിക്കുന്നതിനായി വിശാലമായ എയർ കണ്ടീഷൻ ചെയ്ത ഡൈനിങ് ഹാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർക്കും നാട്ടുകാർക്കും തൃപ്തികരമായ ഗുണമേന്മയുള്ള സസ്യാഹാരം മികച്ച അന്തരീക്ഷത്തിൽ അംബിസ്വാമി റെസ്റ്റോറന്റിൽ ആസ്വദിക്കാനാകും. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ഗുരുവായൂർ ഏകാദശി നാളെ ആഘോഷിക്കും. ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി.
MP എന്ന നിലയിൽ തന്നെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്വർണവും ഗർഭവുമല്ല തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് വികസനമാണെന്നും സുരേഷ് ഗോപി. ചാലക്കുടി പുഴയിൽ രണ്ടിടങ്ങളിലായി 2 പേർ മുങ്ങി മരിച്ചു. അങ്കമാലി സ്വദേശി കൃഷ്ണൻ, ഫോർട്ട് കൊച്ചി സ്വദേശി സുധീർ എന്നിവരാണ് മരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ യുവതിയുടെ മൊഴി സാധൂകരിച്ച് ഡോക്ടർമാർ. യുവതി നൽകിയ രേഖകൾ ആധികാരികമാണെന്നാണ് സ്ഥിരീകരണം. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ തീയതി നീട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക. മറുനാടൻ മലയാളികൾക്ക് കനത്ത തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്ക് വർധന. ക്രിസ്മസ് പുതുവത്സര സീസണിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി. കേരളത്തിലേക്കുള്ള ട്രെയിനുകളിൽ കൺഫേംഡ് ടിക്കറ്റ് ഇല്ല. തൃശൂരിൽ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണത്തിന് തുടക്കമായി. 30 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.